So guys, off to the library. Let's go. ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ അക്ഷയ് ബ്രൈറ്റ്. അപ്പോൾ പനി പിടിച്ചതിൻ്റെ സൗണ്ടൊക്കെ പോയി. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇറ്റ്സ് നൺ അതർ ദാൻ ഫാരിഞ്ചൈറ്റിസ്. അപ്പോൾ അതാണ് നമുക്ക് കൺഫേം ആയല്ലോ. പക്ഷേ എന്ന് കരുതി നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. വി ഹാവ് ടു ഡു അവർ തിങ്സ്. കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു പരീക്ഷ ഉണ്ട്. സോ ഐ ജസ്റ്റ് ഡിസൈഡഡ് ടു ഗോ ടു ലൈബ്രറി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാം. അല്ല, ഒന്നും ചെയ്യാതിരുന്നിട്ട് ഒരു കാര്യമില്ല. വി നീഡ് ടു ഡു സംതിങ് റൈറ്റ്. കിട്ടിയ സമയം കൊണ്ട് ഞാൻ എൻ്റെ ഹുഡി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലൈബ്രറി പോകാനുള്ള ബാഗും പിന്നെ ഒരു ഹെഡ്ഫോൺസിൻ്റെ കവറും ഉണ്ട്. അതിനകത്ത് ഹെഡ്ഫോൺസ് ഉണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പം നേരെ ലൈബ്രറിക്ക് പോവാം. So guys, it's time to see some real books and we are off to the library. എന്താ ഭയങ്കര വെയിറ്റുണ്ടല്ലോ. കുഴപ്പമില്ല. So guys, off to the library. നമുക്കിപ്പോൾ പോവാം. Let's go. അപ്പോൾ നമ്മൾ ലൈബ്രറിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഈ ബിൽഡിങ്ങിലാണ് നമ്മുടെ ലൈബ്രറി ഉള്ളത്. ആൻഡ് ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ നമ്മൾ കയറണം. സോ ഓഫ് ടു ദ ലെഫ്റ്റ് റൈറ്റ് നൗ. സോ ഗൈസ്, ദിസ് ഈസ് ദ എക്സ്റ്റേണൽ റീഡിംഗ് റൂം. അപ്പോൾ ഇവിടെ സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല. അടിയിൽ പോയി കുറേ നാളായില്ലേ പഠിച്ചിട്ട്. അതാ. സോ ഹേ ഗായ്സ്, പഠിച്ചൊരു പരിവായി. കാരണം കുറേ നാളായില്ലേ ബുക്ക് നിൽക്കൊന്ന് എടുത്തിട്ട്. അപ്പം പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ ബുക്ക് എടുക്കുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് നമ്മളിപ്പോൾ ജിമ്മിൽ പോയിട്ട് കുറേ നാളായി പെട്ടെന്ന് പോയിട്ട് നമ്മൾ 50 കിലോയുടെ വെയിറ്റ് എടുക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്ക്. ലൈക്ക് എക്സാക്ട്ലി ദ സെയിം സിറ്റുവേഷൻ. പക്ഷേ എൻ്റെ തലയിലൊന്നും കയറിയൊന്നുമില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമുക്കിനി അടുത്ത ദിവസങ്ങളിൽ പഠിക്കാൻ. അല്ലെങ്കിൽ പൊട്ടി അവിടെ ഇരിക്കാൻ അതേ പറ്റുള്ളൂ. ഗായ്സ്, ഒരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കഫ്സിലെ ഫ്രൈഡ് റൈസ് അടിപൊളിയാണ്, രക്ഷയില്ല. അത് ഫസ്റ്റ് ഇയർ വന്നപ്പോൾ തൊട്ടേ ഇവിടുത്തെ ഫ്രൈഡ് റൈസിനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഇസ് സോ ഗുഡ്. അപ്പോൾ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ പോയി. സോ ഗൈസ്, നമ്മളിതാ തിരിച്ച് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. സോ എന്നെ കൂട്ടാൻ വേണ്ടി തന്നെ നമ്മുടെ അമേരിക്ക വന്നിട്ടുണ്ട്. ആൻഡ് വി ആർ ഗോയിങ് ടു മെഡിക്കൽ കോളേജ്. സോ ഗൈസ്, അറ്റ് ലാസ്റ്റ് നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മുടെ റൂമിൽ. ആൻഡ് വെൻ ഐ ഹാവ് ദ പൊതിച്ചോർ 8 മണി കഴിഞ്ഞ് 51 മിനിറ്റ്. ആൻഡ് വി ആർ ഗോയിങ് ടു ഓപ്പൺ ഇറ്റ് ആൻഡ് ഹാവ് ഇറ്റ് ആൻഡ് ടേസ്റ്റ് ഇറ്റ്. അപ്പോൾ അടിപൊളി. അപ്പോൾ ഉച്ചയ്ക്ക് നല്ല അടിപൊളി മീനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അതായത് ആവോലി വറുത്തത്. ആവോലിയാണോ ഐക്കൂറിയാണോ എന്ന് എനിക്കറിയില്ല. അതും പിന്നെ സാമ്പാറും മീൻകറി മോരും എല്ലാം ഉണ്ടായിരുന്നു. സോ ലെറ്റ്സ് taste it in our hostel. So guys, പൊതിച്ചോറാണ് നമ്മളിവിടെ തുറക്കാൻ പോകുന്നത്. ആൻഡ് വി ഹാവ് 2 പൊതിയുണ്ട്. ആൻഡ് നല്ല അടിപൊളി ഇലയിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ്. ആൻഡ് വി ഹാവ് ഗോഡ്, വാട്ട് ഈസ് ദിസ്? മീമർത്ത്. ഗോഡ്, വേർ ഈസ് ദ സാമ്പാർ? കഴിക്കാം. സാമ്പാർ ഉപ്പിൻ്റെ വെട്ടിയായിരിക്കും മിക്കവാറും, അറിയില്ല. അല്ല, മറ്റേ നെയ്യിൻ്റെ വെട്ടിയില്ലേ അത്.
ഗൈസ് അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഓ ഗോഡ്. വർഷ അമ്മയ്ക്ക് പാല് കൊടുക്കാനും പുറത്തേക്ക് പോയി. എരിശ്ശേരി ഉണ്ടാക്കി കഴിഞ്ഞ് അമൃത ഗ്യാസ് തുറന്നു വെച്ച് വർഷയോട് വന്ന് താളിക്കാൻ പറഞ്ഞു.